അവരൊക്കെ കിടന്നായിരുന്നോ? ടി വി കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ ഒന്ന് ഉറക്കൂല്ലേ? നാളെ ധ്യാനത്തിന് പോകണ്ടേ? പിന്നെ പോണ്ടേ, കമ്മിറ്റിയിലും കൂടെ ഉള്ളതല്ലേ. ക്രിക്കറ്റല്ലേ എന്നെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചോട്ടെ. അയ്യോ ബാടാ, കിടക്കാം. നല്ല അടിയാ. എന്റെ പൊന്നി ചാച്ചാ, ക്രിക്കറ്റ് കളി വെക്കുക ചാച്ചാ. മതി മതി, വെക്കട തുടങ്ങിയ. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ് ചാച്ചാ, ഗുഡ് നൈറ്റ്. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന റൺസിരിക്കും. ഇച്ഛാനിരിക്കെ. അത് റൺസിരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാന്ന്. ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമില്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിലടച്ചിട്ട് നോക്കിയിട്ട് വരട്ടെ. ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെമ്പിള്ളേരുടെ മുമ്പിലെ നമ്മുടെ കരുത്ത് കണ്ടു അല്ലെ നമുക്കൊരു വില ഉണ്ടാവില്ല. ഫ്രണ്ട്സേ, ഈ ചായ കുറച്ച് വെള്ളം എടുത്തിട്ടെ.
ഫ്രണ്ട്സേ 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 അമ്മച്ചി അമ്മച്ചി എന്നാ അച്ഛാ ഉറങ്ങിയില്ലേ? അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിൽ വേന എന്തോ പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മോളെ 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 എന്താ പറ്റി? കർത്താവെ ചതിച്ചോ മക്കളെ? എന്നാ പറ്റി മോളെ? എന്നാ പറ്റി അമ്മച്ചി? നിനക്ക് അറിയത്തില്ലല്ലേടാ, അറിയത്തില്ലല്ലേ? നിനക്ക് അറിയത്തില്ലല്ലേ? അറിയത്തില്ലല്ലേ? എന്നതാ മോളെ ടീനെ ടീനെ എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ? സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി 2-3 വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും 1-2 വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ? എടാ നിന്റെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്നെ ഉള്ളതിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എൻ്റെ ഒരു ആവശ്യത്തിൽ ഞാനും പലിശയ്ക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുക, സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ? ഇറങ്ങുവാണെങ്കിൽ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. എടാ നിന്ന് ദേ ഇതൊന്നും പണയം വെക്ക്. അയ്യോ ഇത് കല്യാണമോതിരല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറേ അത്യാവശ്യമുണ്ട്. നീ അത് കിട്ടണാശം മൊത്തം എടുത്തു, എന്നിട്ട് വന്നൊരു ഫുള്ളും വാങ്ങിച്ചു. ഫുള്ളാ? അപ്പോൾ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ? കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണമോതിരം പണയം വെച്ചിട്ട് കള്ളുപിടിക്കുന്ന ആദ്യമായിട്ടാണ്. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ. ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട്. ആ റോസമ്മ എന്നാ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ആ ശരി, താങ്ക് യു സാർ. വേണ്ടടി മറിയാൻ വശത്ത് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കാണാത്ത മട്ടിരുന്നു. ഇതേടിയല്ലേ എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുന്നത്? എന്നാ പറ്റി? ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നതാ. അവക്കൊരു വല്ലായ്മ, ക്ലിപ്പിട്ട് കിടത്തേക്കോ. ചേട്ടത്തി ഇന്ന് ധ്യാനം തുടങ്ങുമല്ലേ, പോകുന്നില്ലേ? അയ്യോ പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. സന്ധ്യയായപ്പം ഗുളിക നോക്കിയിട്ടൊട്ട് കാണാനുമില്ല. ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യങ്ങ് നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കയറി ചോദിക്കാവോ? എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല ഏട്ടത്തി. ശ്രീവാച്ചൻ എന്തിയടി? അവനിപ്പോ വരും. ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ച. കുറച്ച് ഇതെടുത്ത് കഴിക്കുക. എന്നാ പറ്റി? എന്നാ എത്ര ടെൻഷൻ? ഒന്നുമില്ലടാ. ഇനി പാലായിക്കപ്പോഴും ബസ്സുള്ളേ? പാലായിക്ക് 12:30 ഒരു ഒറ്റ ബസ്സുണ്ട്. എന്നാ ആർക്ക് പോവാനാ?
സ്ലീവാച്ച ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, ഇതൊന്ന് കഴിച്ചേ. ഓ വിശപ്പില്ലടാ. നല്ല ബീഫാന്നേ അത് നിങ്ങൾ വെച്ചോണ്ടിരിക്കണം, കുറച്ചിടത്തും കഴിച്ചെന്നേ. പിള്ളേരെ പോലെ. ആ ഫസ്റ്റ് പാർട്ടിയാ. നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കുക അല്ലേ? എൽദോച്ചാ ആളിവിടെ ഉണ്ട്. ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ, ഇപ്പോൾ എത്താം. ഓ ഓ ഇന്നലെ എന്നാ പരിപാടിയിടാവോ കാണിച്ചേ? ഞങ്ങളവിടെ എല്ലാം അന്വേഷിച്ചെന്നറിയാവോ? എവിടാ കിടന്നേ? ഞാൻ എന്നാ കോപിച്ചേട്ടാ, സ്ലീവാച്ചൻ എന്നാ ചെയ്തേ? എടാ കുഞ്ഞാമ്പി, നീ ഒന്ന് പുറത്തേക്കുന്നത്. ഞാൻ ചേട്ടനോടൊരു കാര്യം പറട്ടെ. എന്നാ ചോദിച്ചേട്ടാ, അവിടെ എന്നാ അവസ്ഥ? ഇന്നലെ ആളെല്ലാം കൂടെ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിരുന്നു. ആശുപത്രി കൊണ്ടുപോയോ? അതിനുവേണ്ടി എന്നെ ഉണ്ടായി? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നീ അവിടം വരെ ഒന്ന് വരണം. ഡോക്ടർ എന്തിനാ എന്നെ കാണണേ? ഗോപിച്ചേട്ടാ എനിക്ക് വരാൻ വേണ്ടി ഗോപിച്ചേട്ടാ, എന്നെ നിർബന്ധിക്കില്ല ഗോപിച്ചേട്ടാ. നീ വാ, നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടല്ലേ നീ കഴിച്ചേ. ഇത് കഴിച്ചേ. അത് നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ലേ. പേമാളിയാ. ദേവടെ ഡോക്ടറെ കാണാൻ ജോലി. ആ മച്ചി. ഡോക്ടറെ ഇതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, അളിയാ. ആ ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ശ്രീവാച്ച. അമ്മച്ചത് ഇറങ്ങി നിന്നേ. എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ. എന്നോടോ തന്റെ പേര്? സ്ലീവ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ഹലോ. പ്രിൻസി ചേച്ചിക്ക് വല്ല വിശേഷവും? ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ നിർത്തോളം ഇതിനെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം. കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്തോളാം. ഇനി എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നാന്നറിയോ, വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും താനെന്ത് പുറത്തോട്ട് നിന്നേ? പുറത്തോട്ട് നിന്നേ, ചെല്ല്. ഡോക്ടർ എന്നാ പറഞ്ഞടാ മോനെ? ഡോക്ടർ കേസാക്കുന്നു പറയണ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അളിയാ അത് നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല. എൻ്റെ അഭിപ്രായത്തിൽ അളിയൻ കുറച്ചാൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ. അളിയനൊരു ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേനെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നളിയാ. എടാ ആ ഡോക്ടറെ കൈക്കൂലിയുടെ ആളാ. അല്ല 10-500 അങ്ങോട്ട് വെച്ചു കൊടുക്കണം. മറിയാമ്മൻ്റെ അടുത്ത് വന്നേ, അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെയും ഡീൽ ചെയ്തോളാം കേട്ടോ. എൻ്റെ അച്ഛോ, ഇത് ഉറപ്പായിട്ടും ഇൻഡിബേഷൻ വിടേണ്ടത്. പക്ക റേപ്പാ. എൻ്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയൻ്റെ അബദ്ധം ഒരു മികച്ചൊരു അവസ്ഥയിലേക്ക് തന്നു അബദ്ധം. പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല.
ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് പൂസായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും. ഇല്ല ഡോക്ടറെ, ഞാൻ മോളുമായി സംസാരിച്ചു. അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവൻ കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. താങ്ക് യു ഡോക്ടർ. അവൾ ഏതാണ് അവള്? ആ ഡോക്ടർ ഡോക്ടർ റോസമ്മ. റോസമ്മേ? ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് മാറിയിട്ടാവേ. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവിടെ നിൽക്കാൻ. ആശാനെ, ഞാൻ ആശാനോടൊരു കാര്യം പറയട്ടെ. ആശാൻ ഇപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ആശാൻ ഇപ്പോൾ വീട്ടിൽ പോകണമെന്നാണ്. സംഭവം നടക്കാനുള്ളതൊക്കെ നടന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നും പറഞ്ഞ് നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ? അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം, അതല്ലേ മിടുക്ക്. അല്ലാതെ ചുമ്മാ പറ്റത്തില്ല. കേട്ടാ എന്റെ പൊന്നടാവേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞങ്ങൾ കേട്ട പാട ഹോസ്പിറ്റലിലെത്തി. അവിടെ എങ്ങും ഒറ്റ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ. എന്നടാ ശരിക്കും സംഭവിച്ചേ? ആളുകൾ പറഞ്ഞു കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല. നീ അങ്ങ് ബോധം കെടുത്തി കളഞ്ഞല്ലേ. എന്നടാ ഉണ്ടായ? നീ തുടക്കം തൊട്ട് പറഞ്ഞേ. പറയടാ. വാ പോവാ. ദേ ചേട്ടാ, ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പ്രായം നോക്കത്തില്ല കേട്ടോ. നീ ഒന്ന് പറയാ. അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ. എന്തായിരിക്കും സംഭവിച്ചെന്ന്? ഇവിടെ നിർത്തില്ല, അത് കയറിപ്പോ. ഇല്ല, ഞാൻ ഇല്ല. ആശാൻ ചെല്ലും. രണ്ടും കൽപ്പിച്ചാൽ കയറി പോവാല്ലേ? പിന്നല്ലാതെ ആശാൻ ധൈര്യമായിട്ടങ്ങ് ചെല്ലുന്നു. അപ്പൊ ശരിടാ. ആ പിന്നെ പുതിയ മണ്ടത്തരമൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ പ്ലീസ്. അമ്മച്ചി സ്ലീവാച്ചൻ വന്നു. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരോടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവനൊക്കെ എന്താണോ ചെയ്യുന്നത്? മതി അമ്മച്ചി, അവനെ തലേ കയറ്റി വെച്ചോ. ധ്യാനം കൂടാൻ വന്ന പിള്ളേരെല്ലാം തിരിച്ചുപോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടിട്ടീനെ പാടാ. പറ്റിപ്പോയി അമ്മച്ചി. മതി വിഷമിച്ചത്. മുമ്പ് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മതമാണ്, ഹെൽത്ത് ഹൗസ് പുണ്യാളാണ് സത്യം. ഞാൻ ഇനി അങ്ങോട്ട് പോകണമില്ല, തുടരുമില്ല. അതോടെ പ്രശ്നം തീരുമില്ല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പി വെച്ചാലോ? നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. നീ എന്റെ മുറിയിൽ പോയി കിടന്നാ മതി. ചെല്ല്, പോ ചെല്ല്. പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം. മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. 3-4 പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക.